ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് പുതിയൊരു മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ ചാർജിങ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. ഇതിൻ്റെ പാർട്ട് 1 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർത്ത് മൊഡ്യൂള് ലൈറ്റിംഗ് സിസ്റ്റം ആൻഡ് അതർ ഇലക്ട്രിക്കൽ ആക്സസറീസ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ള സെക്കൻഡ് മൊഡ്യൂളും കൂടെയാണ്. ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഇതിൽ 2 സെഷൻസാണ് വരുന്നത്. ഒന്ന് ചാർജിങ് സിസ്റ്റം, ഒന്ന് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. അപ്പോൾ ആദ്യം ഈ മൊഡ്യൂളിൽ ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞ പോർഷൻ, അതാണ് ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് ഭാഗം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചാർജിങ് സിസ്റ്റം? ചാർജിങ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? അതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഒരു വാഹനത്തിൽ ബാറ്ററി അഥവാ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണെങ്കിലും ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററീസ് ആണെങ്കിലും ബാറ്ററിൻ്റെ ഉപയോഗം, അതിൻ്റെ ആവശ്യകത, അതിനെക്കുറിച്ചുള്ള അതുപോലെ ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു വാഹനത്തിൽ ബാറ്ററി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വാഹനം ഓഫായിട്ടുള്ള സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും, അഥവാ എൻജിൻ ഓഫായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻജിൻ ഓഫായി കിടക്കുന്ന സമയത്തും നമുക്ക് ഹോണ്, ലൈറ്റ്, അതുപോലെ സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് ആവശ്യമായ കറണ്ട്, ഇതൊക്കെ വർക്ക് ചെയ്യാൻ അതിനുള്ള ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള സോഴ്സാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ബാറ്ററി തിരിച്ച് റീചാർജ് ചെയ്യണം. ബാറ്ററികൾ നമുക്ക് ഒരിക്കലും ഒരുപാട് എനർജി സ്റ്റോർ ചെയ്ത് ഒരു ബാറ്ററി ഒന്നും ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു വാഹനത്തിലെ ബാറ്ററി ആണെങ്കിലും, ഇപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിൻ്റെ ബാറ്ററീസ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളത് വീണ്ടും റീചാർജ് ചെയ്യണം. അപ്പോൾ ഒരു വാഹനം ഓഫായി നമ്മളതിൻ്റെ എന്തെങ്കിലും പാർക്കിംഗ് ലൈറ്റ് ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ വൈഫർ എന്തെങ്കിലും ആവശ്യത്തിന് ഓൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. അതനുസരിച്ച് അതിൻ്റെ ബാറ്ററിയിലെ കറണ്ട് കുറഞ്ഞു വരും, അല്ലെങ്കിൽ അതിലെ ഇലക്ട്രിക്കൽ എനർജി കുറഞ്ഞു വരും. അപ്പോൾ നമ്മളത് വീണ്ടും റീചാർജ് ചെയ്തിട്ട് അതിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യണം. അത് മാത്രമല്ല, എൻജിൻ റൺ ചെയ്യുന്ന സമയത്ത്, വാഹനം റൺ ചെയ്യുന്ന സമയത്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ബാറ്ററിയിൽ നിന്ന് എനർജി എടുക്കാൻ പാടില്ല. കാരണം ഫുൾ ടൈം ബാറ്ററിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ എൻജിൻ ഉപയോഗിച്ച് നമ്മളൊരു ജനറേറ്ററോ, അത് DC ജനറേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ AC ജനറേറ്റർ ആയിക്കോട്ടെ, ഒരു ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വാഹനം യാത്ര ചെയ്യുന്ന സമയത്ത്, എൻജിൻ റണ്ണായിട്ടുള്ള സമയത്ത് ഇലക്ട്രിക്കൽ എനർജീൻ്റെ സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻജിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജീൻ്റെ സപ്ലൈ എടുക്കേണ്ടത് ബാറ്ററിയിൽ നിന്നല്ല. അത് നമുക്ക് പോസിബിൾ അല്ല ഫുൾ ടൈം അതിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഈ എൻജിനിൽ നിന്നുള്ള ഒരു പവർ ഉപയോഗിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ എൻജിനിൽ നിന്നുള്ള ഒരു ബെൽറ്റ് കണക്ഷൻ ഉപയോഗിച്ച് തന്നെ നമ്മളൊരു ജനറേറ്ററോ, പഴയ കാലത്ത് അത് DC ജനറേറ്റർ ആയിരുന്നു പഴയകാലത്തെ വാഹനങ്ങളിൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റേഴ്സാണ് വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾട്ടർനേറ്റർ ആണെങ്കിലും ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ, അത് വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ കൊടുക്കുന്നത് എൻജിനാണ്. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ വർക്ക് ചെയ്തിട്ട്
അതിൽ നിന്നാണ് ഇലക്ട്രിക്കൽ എനർജി പിന്നെ നമ്മൾ വാഹനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇലക്ട്രിക്കൽ എനർജിയും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ജനറേറ്റ്, റെഗുലേറ്റ് ആൻഡ് സപ്ലൈ ഇലക്ട്രിക്കൽ എനർജി ഫോർ ചാർജിങ് ദി ബാറ്ററി ആൻഡ് ആൾസോ സപ്ലൈ ഇലക്ട്രിക്കൽ എനർജി വെൻ എഞ്ചിൻ ഈസ് റണ്ണിങ്. നമ്മൾ വാഹനം എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുക, അത് റെഗുലേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചാർജിങ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അതുമാത്രമല്ല ബാറ്ററി ചാർജ് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്ത് അത് ബാറ്ററിക്ക് ആവശ്യമായത് ചാർജ് ചെയ്യാനും ബാക്കി എൻജിൻ റൺ ചെയ്യുമ്പോൾ മറ്റു കമ്പോണൻസ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാനും അതിനാണ് ചാർജിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എൻജിൻ ഓഫായിട്ടുള്ള കണ്ടീഷനിൽ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ബാറ്ററിയിൽ നിന്ന് ചാർജ് കുറയും. സ്വാഭാവികമായിട്ടും അതിലേക്ക് വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യണം. അതെപ്പോഴാണ് എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാലാണ് നടക്കുന്നത്. ഒരു ചാർജിങ് സിസ്റ്റത്തിലെ കമ്പോണൻസ് ചെറിയൊരു ലേഔട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ടൊരു ജനറേറ്റർ അല്ലെങ്കിൽ അത് ഡി സി ജനറേറ്റർ ഉണ്ടാവുക. അത് ഡി സി ജനറേറ്റർ ഡൈനാമോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എ സി ജനറേറ്റർ ആയിട്ടുള്ള ആൾട്ടർനേറ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ജനറേറ്റർ കോമൺ ആയിട്ട് നമ്മൾ ജനറേറ്റർ എന്ന് വിളിക്കുന്നു. പിന്നെ ആ ജനറേറ്ററും പിന്നെ ഒരു റെഗുലേറ്ററും ഉണ്ടാവും. ഈ ജനറേറ്റർ അല്ലെങ്കിൽ അതിന് എ സി ജനറേറ്റർ ആണെങ്കിലും ഡി സി ജനറേറ്റർ ആണെങ്കിലും അവിടെ എൻജിൻ്റെ സ്പീഡ് അനുസരിച്ച് ആ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവും. ഒരിക്കലും എൻജിനും ഒരേ RPM-ലല്ല എപ്പോഴും റൺ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ആവശ്യമുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്ലൈ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് സപ്ലൈ നമുക്ക് കിട്ടും. ഈ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലൈ അതിനെ റെഗുലേറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആക്കുക എന്നുള്ളതാണ് റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഒരു റെഗുലേറ്റിംഗ് യൂണിറ്റ് അതിൽ ആവശ്യമാണ്. പിന്നെ നമ്മളത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ചാർജിങ് സിസ്റ്റത്തിലാകുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് റെഗുലേറ്ററിൽ നിന്ന് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള സപ്ലൈയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ചാർജിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാർജിങ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ചെറിയൊരു ലേഔട്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നീഡ് ഫോർ ചാർജിങ് സിസ്റ്റം. എന്തിനാണ് ഈ ചാർജിങ് സിസ്റ്റം? ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ ഒന്നുകൂടെ പറയാനുള്ളൂ. നമ്മൾ വാഹനത്തിൽ സ്റ്റാർട്ടിങ് മോട്ടോറിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി, പെട്രോൾ എൻജിൻസ് ആണെങ്കിൽ ഇഗ്നീഷൻ സിസ്റ്റം, ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഡീസൽ എൻജിൻസ് ആണെങ്കിലൊക്കെ ഇഗ്നൈറ്റ് ചെയ്യണമെങ്കിൽ മോഡേൺ ഡീസൽ എൻജിൻ ആണെങ്കിൽ CRD എൻജിൻ ആകുമ്പോൾ അവിടെ ഇഞ്ചക്ടർ പീസോ ഇലക്ട്രിക് അല്ലെങ്കിൽ സോളിനോയിഡ് ഇഞ്ചക്ടേഴ്സ് ആണ്. അപ്പോൾ ഡീസൽ സ്പ്രേ ചെയ്യണമെങ്കിൽ ആ ഇഞ്ചക്ടർ അതിലേക്ക് വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് സിഗ്നൽ കിട്ടണം. അപ്പോൾ ഇഗ്നീഷൻ സിസ്റ്റത്തിലും സ്പാർക്ക് SI എഞ്ചിനാകുമ്പോൾ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനാകുമ്പോൾ അവിടെ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ സ്പാർക്ക് പ്ലഗിന് സ്പാർക്ക് കൊടുക്കണമെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ എനർജി വേണം. അപ്പോൾ ഇഗ്നീഷൻ സിസ്റ്റത്തിനും ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, മോഡേൺ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണെങ്കിലും ഡീസൽ എഞ്ചിനാണെങ്കിലും ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതൊക്കെ കൂടുതലും ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സും സെൻസറുകളും ECU അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഇലക്ട്രിക്കൽ എനർജി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വാഹനത്തിലെ മൊത്തം സിസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്ന എൻജിൻ കൺട്രോൾ യൂണിറ്റ്, ആ കൺട്രോൾ ചെയ്യുന്ന മൈക്രോ പ്രോസസ്സർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, അതിനും ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. പിന്നെ വാഹനത്തിൻ്റെ ലൈറ്റിംഗ് സിസ്റ്റം, അതിന് ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. പിന്നെ മറ്റ് സേഫ്റ്റി ഡിവൈസസ്, എയർ ബാഗ് ആയിക്കോട്ടെ, ABS ആയിക്കോട്ടെ, അതുപോലത്തെ എല്ലാ സേഫ്റ്റി സിസ്റ്റംസുകൾക്കൊക്കെ മറ്റ് ഇലക്ട്രോണിക് സിസ്റ്റംസുകൾക്കൊക്കെ ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. അപ്പോൾ ഇത് ഒരിക്കലും എപ്പോഴും ബാറ്ററിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല.
ഈ ബാറ്ററി തൽക്കാലം എൻജിൻ റൺ ചെയ്യാത്തുമ്പോൾ മാത്രം ഉള്ളൊരു സോഴ്സായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എൻജിൻ റണ്ണായി കഴിഞ്ഞാൽ, എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ എന്നാണ് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്തിട്ട് അതാണ് ഈ എല്ലാ ഇലക്ട്രിക്കൽ ലോഡുകളിലേക്കും ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ ഇത്രയും സിസ്റ്റംസ് ഉണ്ട്, ഇതിലൊക്കെ ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. അപ്പോൾ അത് ആവശ്യം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു വാഹനത്തിൽ ഒരു ജനറേറ്ററോ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്ററോ നിർബന്ധമാണ്. അതിൻ്റെ കൂടെ റെഗുലേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, പിന്നെ ബാറ്ററി ഉണ്ടാവും. ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യും. എൻജിൻ ഓഫായിട്ടുള്ള കണ്ടീഷനിൽ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കും. എൻജിൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിൽ നിന്ന്, AC ജനറേറ്റർ അല്ലെങ്കിൽ DC ജനറേറ്ററിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ചാർജിങ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിക്വയർമെൻറ്റ്സ് ഓഫ് ചാർജിങ് സിസ്റ്റം. ചാർജിങ് സിസ്റ്റം എങ്ങനെയൊക്കെ ആയിരിക്കണം, ചാർജിങ് സിസ്റ്റത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതാണ്. ഫസ്റ്റ്, ടു സപ്ലൈ ദി കറണ്ട് ഡിമാൻഡ്സ് ഓഫ് ആൾ ലോഡ്സ്. എല്ലാ ലോഡിലും സപ്ലൈ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എൻജിൻ്റെ ലോഡ് കൂടിയാലും കുറഞ്ഞാലും സമയത്തൊക്കെ, അതുപോലെ തന്നെ വാഹനത്തിൽ ഇലക്ട്രിക്കൽ എനർജിൻ്റെ ആവശ്യത്തിലുള്ള ലോഡിലുള്ള വ്യത്യാസം എപ്പോഴും ഒരേപോലെയല്ല. ഇപ്പോൾ വാഹനം ഇപ്പോൾ ഒരു നല്ല മഴയത്ത് റൺ ചെയ്യാണ്, അപ്പോൾ നമുക്ക് വൈഫർ വർക്ക് ചെയ്യണം അല്ലേ. അതിൻ്റെ കൂടെ നല്ല രാത്രിയാണ്, അപ്പോൾ ഈ ലൈറ്റ് വേണ്ടി വരും. ഇനി സിഗ്നൽ തിരിയുന്ന സമയത്ത് സിഗ്നൽ ലൈറ്റ് വേണം. അതുപോലെ തന്നെ നമ്മൾ AC ഓൺ ചെയ്തിട്ടുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് വിൻഡ്ഷീൽഡിലൊക്കെ ഫോഗ് വന്ന കാരണം നമ്മൾ AC ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ എൻജിൻ ഹീറ്റായിട്ടുണ്ട്, കുറേ റൺ ചെയ്തിട്ട് അപ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെ എല്ലാ ഇലക്ട്രിക്കൽ എനർജി ഒരുമിച്ച് ആവശ്യമുള്ള സമയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതാണ് വലിയ ലോഡ് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, ഫാൻ ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. വാഹനത്തിൻ്റെ അകത്തെ ലൈറ്റോ ഫാനോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വൈഫർ ഒന്നും വർക്ക് ചെയ്യാതെ വെറും ഇഗ്നിഷൻ സിസ്റ്റത്തിന് മാത്രം ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സമയങ്ങളുണ്ടാവും. അഥവാ ലോ ലോഡ് കണ്ടീഷൻ, ഹൈ ലോഡ് കണ്ടീഷൻ, വ്യത്യസ്ത ലോഡുകളുണ്ടാവും. എല്ലാ ലോഡിലും ആവശ്യമായിട്ടുള്ള കറണ്ട് ഡിമാൻഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചാർജിങ് സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ടു സപ്ലൈ ദി കറണ്ട് റിക്വയർഡ് ഫോർ ചാർജിങ് ദി ബാറ്ററി അണ്ടർ ആൾ കണ്ടീഷൻസ്. ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് എല്ലാ കണ്ടീഷനിലും കൊടുക്കാൻ കഴിയുന്നുള്ളതാണ്. ഈ മൂന്നാമത്തത് ടു സപ്ലൈ കോൺസ്റ്റന്റ് വോൾട്ടേജ് അറ്റ് ആൾ കണ്ടീഷൻസ്. എല്ലാ കണ്ടീഷനിലും കോൺസ്റ്റന്റ് വോൾട്ടേജ്, എൻജിൻ്റെ RPM കുറഞ്ഞ അല്ലെങ്കിൽ കൂടിയോ എന്നുള്ളത് നോക്കിയിട്ടല്ല, അത് കുറഞ്ഞാലും കൂടിയാലും നമുക്ക് മിനിമം കോൺസ്റ്റന്റ് വോൾട്ടേജ് നമ്മൾ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതിനുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ചാർജിങ് സിസ്റ്റത്തിൻ്റെ അടുത്ത ആവശ്യം. ചാർജിങ് സിസ്റ്റം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ. നെക്സ്റ്റ്, ഷുഡ് ഇൻക്ലൂഡ് എ പ്രൊവിഷൻ ടു ഇൻഡിക്കേറ്റ് പ്രോപ്പർ വർക്കിംഗ്. ഈ ചാർജിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനുള്ള സിസ്റ്റം നമ്മൾ എൻജിൻ്റെ ഡാഷ്ബോർഡിൽ സാധാരണ നമ്മൾ കുറച്ച് നല്ല വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ, ലക്ഷറി വെഹിക്കിൾസിലെ ഡിസ്പ്ലേയിൽ ചാർജിങ്, അതുപോലെ വാഹനത്തിൽ ബാറ്ററി വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇനി ഇപ്പോൾ സാധാരണ ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് അല്ലെങ്കിൽ ചാർജിങ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം കംപ്ലൈൻറ്റ് സിഗ്നൽ ഡാഷ്ബോർഡിൽ തെളിയിച്ച് നമ്മൾ ഡ്രൈവറെ അറിയിക്കണം. അപ്പോൾ അതിനാവശ്യമായ ഇൻഡിക്കേഷൻ കൊടുക്കണം. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൂചന.
ഇനി പഴയ വാഹനം, കുറച്ചുകൂടി പഴയ കാലത്തുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ അമ്മീറ്ററാണ് യൂസ് ചെയ്തിരുന്നത്. അഥവാ കറണ്ട് മെഷർ ചെയ്യുന്ന അമ്മീറ്റർ നമ്മൾ പഴയ ജീപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ സ്റ്റിയറിംഗ് വീലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഫ്രണ്ട് പാനലിൽ അമ്മീറ്ററും ഫ്യൂൽ ഗേജും അതിനൊക്കെ അടുത്ത് അമ്മീറ്ററും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാറ്ററിൻ്റെ കറണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി ബാറ്ററിൻ്റെ ഉള്ള കണ്ടീഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ചാർജിങ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്ററിൽ കിട്ടുന്ന കറണ്ട് മനസ്സിലാക്കിയിട്ട് ചാർജിങ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഡ്രൈവറിന് ഇത് മനസ്സിലാവില്ല. വാഹനത്തിൽ ചിലപ്പോൾ ചാർജിങ് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കും. പിന്നെ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓഫാകും. പിന്നെ എന്ത് ചെയ്യില്ല, സ്റ്റാർട്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ വീണ്ടും വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിലൊക്കെ നമ്മൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പർ ഇൻഡിക്കേഷൻ ആവശ്യമാണ്. ഇനി അടുത്ത റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷുഡ് ഹാവ് ഹയസ്റ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ. ഈ ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹ്യൂജ് ആയിട്ടുള്ള വലിയ സംഭവങ്ങളും ഒന്നും ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. വലിയ ജനറേറ്റർ കൊടുക്കാൻ കഴിയുമോ? ഇല്ല. എപ്പോഴും പരമാവധി പവർ കിട്ടുന്ന രീതിയിൽ വെയിറ്റ് കുറച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് ജനറേറ്റർ ആയിക്കോട്ടെ, ആൾട്ടർനേറ്റർ ആയിട്ടുള്ള റെഗുലേറ്റർ ആയിക്കോട്ടെ, ഇതിൽ മൊത്തം സിസ്റ്റംസാണ് പറയുന്നത്. പരമാവധി പവർ ടു വെയിറ്റ് റേഷ്യോ ഹയസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ വെയിറ്റിന് നമ്മൾ പവറുമായി താരതമ്യം റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം പവർ ടു വെയിറ്റ് റേഷ്യോ ഉള്ള സിസ്റ്റംസാണ് എടുക്കുന്നത്. അഥവാ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പരമാവധി. നെക്സ്റ്റ്, റിലയബിൾ ആൻഡ് ക്വയറ്റ്. കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതോ അതുപോലെ കുറച്ച് കാലം നിൽക്കുന്നതോ ആവരുത്. റിലയബിൾ എന്ന് പറഞ്ഞാൽ കുറേ കാലം നിൽക്കുന്നതായിരിക്കണം. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതായിരിക്കരുത്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് റിസ്ക് ആയിട്ട് മാറും. അതുപോലെ ക്വയറ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് കൂടുതലുണ്ടാവും. ജനറേറ്റർ, വാഹനത്തിൻ്റെ അകത്ത് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് അതിനും വലിയ സൗണ്ട് കഴിഞ്ഞാൽ വാഹനത്തിൽ യാത്ര ചെയ്യാൻ സുഖം ഉണ്ടാവും? ഇല്ല. അപ്പോൾ അതിൻ്റെ ജനറേറ്റർ ക്വയറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന കമ്പോണൻസ് ക്വയറ്റ് ആയിരിക്കണം. നിശബ്ദമായി സൗണ്ട് പരമാവധി കുറച്ചിട്ട് നമ്മൾ കൺസെപ്റ്റ് ചെയ്യണം. അതിൽ വൈബ്രേഷൻ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട്, അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ സൗണ്ട് ഇല്ലാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം. നെക്സ്റ്റ്, റിക്വയർ ലീസ്റ്റ് മെയിൻ്റനൻസ് പരമാവധി കുറവാകുന്ന രീതിയിലായിരിക്കണം ചാർജിങ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ചാർജിങ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാ ലോഡിലും കറണ്ട് ഡിമാൻഡ് ആവശ്യമുള്ള കറണ്ട് കൊടുക്കാൻ കഴിയണം. നെക്സ്റ്റ്, ബാറ്ററിക്ക് ആവശ്യമുള്ള ചാർജിങ് കറണ്ട് അതെല്ലാ ലോഡിലും അല്ലെങ്കിൽ എല്ലാ കണ്ടീഷനിലും സപ്ലൈ ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ്, വണ്ടിയിൽ ഏത് എൻജിൻ RPM ആണെങ്കിലും എപ്പോഴും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അതിനുള്ള സിസ്റ്റംസ് കൊടുക്കണം. നെക്സ്റ്റ്, ഇതിൻ്റെ ചാർജിങ് സിസ്റ്റത്തിൻ്റെ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, പവർ ടു വെയിറ്റ് റേഷ്യോ ഹയസ്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, റിലയബിൾ കൂടുതൽ കാലം നിൽക്കുന്നതും ക്വയറ്റ് അഥവാ സൗണ്ട് കുറവുള്ളതായിരിക്കണം. നെക്സ്റ്റ്, മെയിൻ്റനൻസ് വളരെ കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഇത്രയാണ് ചാർജിങ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്. ചാർജിങ് സിസ്റ്റത്തിന് എന്തൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DC ജനറേറ്റർ ഓർ ഡൈനാമോ. അപ്പോൾ നമ്മൾ ചാർജിങ് സിസ്റ്റത്തിലെ മെയിൻ കമ്പോണൻറ്റ് ജനറേറ്ററാണ്. അഥവാ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ നമ്മൾ IC എൻജിൻ അല്ലെങ്കിൽ എൻജിൻ്റെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നതാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്ററുകൾ രണ്ട് തരത്തിലുണ്ട്. AC ജനറേറ്ററുണ്ട്, DC ജനറേറ്ററുണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് AC ജനറേറ്റർ, അതിനെ ആൾസോ കാൾഡ് ആൾട്ടർനേറ്റർ. ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് DC ജനറേറ്റർ എന്ന് വിളിക്കുന്നത്, അതിനെ ആൾസോ കാൾഡ് ഡൈനാമോ. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ വാഹനങ്ങളിൽ കൂടുതൽ ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഡൈനാമോ?
അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അത് ആൾറെഡി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഇതിൽ നോക്കുകയാണ്. അപ്പോൾ ആദ്യം വർക്കിംഗ് പ്രിൻസിപ്പിൾ, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ്.